കൾച്ചറലി ഇൻഫ്യൂസ്ഡ് റിലീജിയൻ ആണ് ക്രിക്കറ്റ്. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ടോപ്പ് പ്ലെയേഴ്സ് അനന്ത പത്മനാഭൻ ഷുഡ് ഹാവ് ബീൻ ആ എറ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സെൻസേഷനിലൊന്ന് ജലജ് സക്സേനയാണ്. ഇപ്പോൾ കേരളത്തിന് വേണ്ടി പുള്ളി എത്രയോ കാലമായിട്ട് കളിക്കുന്നു. ടീം മിസ്മാനേജ്മെൻ്റ് എന്ന് പറയാം. നല്ല പ്രൈമിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് അവരുടെ അപ്രോച്ച് ഓഫ് ഗെയിം മാറ്റുക എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ് സംബഡി ഔട്ട്. സൂര്യകുമാർ യാദവ് ആളുടെ പ്രൈം തീർന്നിട്ട് ഇപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഹി ഹാസ് മേ ബി ഫ്യൂ ഇയേഴ്സ് he could have been all you need is good people to come in who know sports. കളിച്ച ആൾക്കാർ ലീഡേഴ്സ് ആയിട്ട് വരാൻ തുടങ്ങുവാണെങ്കിൽ that makes a difference. ശ്രീശാന്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ one of the best swing bowlers probably in the world at the time. അവിടുന്ന് ആ ഡിക്ലൈൻ എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. പക്ഷേ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1 എന്ന് പറയുന്നതിൽ ഞാൻ ഇന്ത്യനൊക്കെ തന്നെയാണ്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു പോകും. ആളുകൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടീം മാൻ, ടീം പേഴ്സൺ, ടീം ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ. ബ്രദർ ടു ബ്രദർ, ഷോൾഡർ ടു ഷോൾഡർ, ചെസ്റ്റ് ടു ചെസ്റ്റ് നിൽക്കുന്ന ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ. അത് വിവിഡ്ലി കാണിക്കും. അവർ ആ ഗ്രൗണ്ടിൽ വരുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾവേസ് ദെയർ. നമ്മുടെ ഈ കേരള കോൺഗ്രസിനെ കുറിച്ചൊരു ഫേമസ് കോട്ടുണ്ട്. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ഉള്ളതെന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ടാലൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. അതിനനുസരിച്ച് ഫാൻസുകാരും അല്ലെങ്കിൽ ടീമിൻ്റെ മാനേജ്മെൻറ്റും എല്ലാം തമ്മിലുള്ള പ്രശ്നങ്ങളും ടീമിനെ ശിഥിലമാക്കുന്നതാണോ അല്ലെങ്കിൽ പാർട്ടാക്കുന്നതായിട്ട് കൂടുതലായി വരികയാണ്. അപ്പം വളരുകയും ചെയ്യുന്നുണ്ട്, പിളരുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കേരള കോൺഗ്രസ് ആകുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നാ തോന്നുന്നത്. അല്ല, ഇതൊരു എല്ലാ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണല്ലോ. അതെ, നമ്മൾ വളരുമ്പോൾ തോറും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും കൺസേൺസ് വരും. ഇതിനെ എങ്ങനെ ബെറ്റർ മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ഹൗ ഡു യു ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നുള്ളത് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എൻ ഇൻട്രസ്റ്റിംഗ് ആംഗിൾ ഓഫ് ക്രിയേറ്റിംഗ്. എനിക്ക് തോന്നുന്നു പ്രോബ്ലി കേരളത്തിലെ ഒരു നല്ല ശതമാനം ആളുകളും നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ടോപ്പിക്കായിരിക്കും നമ്മളിന്ന് സംസാരിക്കുന്നത്. ക്രിക്കറ്റ് എന്താ ഒരു രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു റിലീജിയൻ പോലെയാണ് ഇന്ത്യൻസിന്. പക്ഷേ എന്തോ നല്ലതുമുണ്ട്, എന്നാൽ അല്പം മോശം കാര്യങ്ങളും ഒക്കെ ഇപ്പം നടക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെ, അതായത് ടാലൻസിനെ പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ഇപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അതെ, അല്പം ചാൻസ് കിട്ടിയവർ മുതൽ ചാൻസേ ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്ത് തോന്നുന്നു, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇത് അവർക്ക് എത്രയ്ക്കുള്ള ഇതേ ഉള്ളോ അതോ എന്തെങ്കിലും ബെറ്റർമെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? ഈ ഓപ്പർച്യൂണിറ്റീസ് ഡിസേർവിങ്ങിന് കിട്ടാതെ വരുന്നത് എല്ലാ ഫീൽഡിലും ഉണ്ട്. അതുപോലെ ക്രിക്കറ്റിൽ നമ്മൾ പറയുമ്പം നമ്മൾ കാണുന്നുണ്ട് കുറേ ആൾക്കാർ. ഇപ്പോൾ പഴയ പേരെടുത്താൽ പോലും നമുക്ക് വസീം ജാഫർ അല്ലെങ്കിൽ പുള്ളിയാണ് ഇപ്പോഴും ഫസ്റ്റ് ക്ലാസ് റെക്കോർഡെന്ന് തോന്നുന്നല്ലേ മാക്സിമം റൺസ്. ഐ തിങ്ക് അബൌട്ട് 11,000 റൺസ് പ്രോബബ്ലി. 11,000 അല്ല, അതിലും കൂടുതലാണ്. പിന്നെ ചിലപ്പോൾ തെറ്റായിരിക്കാം, 18,000 ആണെന്നാണ് എൻ്റെ ഒരു ഇത്. തെറ്റാണോ എനിക്ക് അറിയില്ല. പക്ഷേ സ്റ്റിൽ റെക്കോർഡ് പുള്ളിയുടെ പേരിലാണെന്ന് തോന്നുന്നു. അതോ ആരോ റെക്കോർഡ് ബ്രേക്ക് ചെയ്തോന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ എനിവേ ദ തിങ് ഈസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ആവശ്യത്തിന്. കമ്മിങ് ഫ്രം മുംബൈ, അവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വരാതിരിക്കുന്നതും കോട്ടയുണ്ട് എന്ന് പറയുന്ന സ്ഥലം. കറക്റ്റ്. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ടോപ്പ് പ്ലെയേഴ്സ് അനന്ത പത്മനാഭൻ ഷുഡ് ഹാവ് ബീൻ ആ എറ ഡിഫറെൻ്റ് ആണ്. നമ്മൾ അപ്പോഴത്തെ തോട്ട് പ്രോസസ്സും ഡിഫറെൻ്റ് ആണ്. കുംബ്ലെ ഉണ്ടായിരുന്നു ആ കാലത്ത്. കുംബ്ലെ അല്ലാതെ മറ്റൊരു ലെഗ് സ്പിന്നർ വേണ്ട എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ അനന്ത പത്മനാഭൻ്റെ കാര്യം പറയുന്ന പോലെ ഇപ്പോഴത്തെ കാര്യം നോക്കിയപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സെൻസേഷനിലൊന്ന് ജലജ് സക്സേനയാണ്. ഇപ്പോൾ കേരളത്തിന് വേണ്ടി പുള്ളി എത്രയോ കാലമായിട്ട് കളിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നടന്ന ഈ സെമി ഫൈനലിലാണെങ്കിൽ 71 ഓവർ ബോൾ ചെയ്തിട്ട് വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന 38 വയസ്സുകാരൻ. പുള്ളിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടിയിട്ടില്ല. മറ്റൊരു രവീന്ദ്ര ജഡേജയുടെ അത്രയായില്ലെങ്കിലും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പേരായിരുന്നു. ഒരു ചാൻസ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എണ്ണമറ്റ പേരുകൾ
പറയാൻ ഇപ്പം ഈ ചാൻസ് കിട്ടാത്തവരെ പോലെ തന്നെ ചാൻസ് കിട്ടിയിട്ടും അതിന് ഒരു പരിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. ഇപ്പം നമ്മുടെ ഇർഫാൻ പത്താൻ ഒരു പരിധി വരെ അങ്ങനെയാണെന്ന് പറയാം. പിന്നെ നമ്മുടെ കരുൺ നായർ, ഇർഫാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ടീം മിസ്മാനേജ്മെൻ്റ് എന്ന് പറയാം. നല്ല പ്രൈമിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് അവരുടെ അപ്രോച്ച് ഓഫ് ഗെയിം മാറ്റുക എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ് സംബഡി ഔട്ട്. അപ്പോൾ അതൊക്കെയാണ്. അതേപോലെ കരുൺ നായർ ഒരാൾക്ക് അതായത് അൺഫോർഗറ്റൻ ട്രിപ്പിൾ സെഞ്ചുറി എന്ന് പറയാം. സെവാഗ് കഴിഞ്ഞുള്ള only guy who did that അന്ന്. പിന്നെ 2-3 ടെസ്റ്റ് കളിച്ചു. പിന്നെ ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം നടന്ന ആ സീരീസുകളിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ ഇതാണെങ്കിൽ കൂടെ സ്പേസ് ഇല്ല മോനെ എന്തോ പറയാതെ പറയുന്ന പോലെയാണ് ഇപ്പം പുള്ളിയോടൊക്കെ പറയുന്നത്. പുള്ളി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ എന്തോ എനിക്കൊരു ചാൻസ് എന്ന് പറഞ്ഞ്, അതൊക്കെ ഡീപ്ലി സാഡനിങ് ആണ്. ഒരാളെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അല്ല. ഇപ്പോൾ എന്തെങ്കിലും ചാൻസ് തന്നാൽ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം എന്ന് പറയുന്നതും ഞാൻ പ്രൂവ് ചെയ്ത ആളാണ് എനിക്കൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതും ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കരുൺ നായരുടെയൊക്കെ അവസ്ഥ വളരെ ഇനി ചാൻസ് കിട്ടുമെന്ന് പറയാനും പറ്റില്ല. ബിക്കോസ് ഈ ബഡ്ഡിങ് ആയിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ പ്രായം കുറഞ്ഞവർ ദിവസം കഴിയും തോറും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയും ഒഴിവാക്കാൻ പറ്റില്ല. ഇവരോട് ഓക്കെ നിങ്ങളുടെ ചാൻസ് പോയി, എന്നാൽ പോയത് പോട്ടെ, ഇനി അടുത്തവർ വരട്ടെ എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല. ഇപ്പം ഇത് എന്താ ഉണ്ടാകാൻ പോകുന്നത് വെച്ചാൽ ഇതുപോലെ കുറേ ഫൊഗട്ടൻ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കിട്ടാത്ത ആൾക്കാർ, നോൺ ഡിസേർവിങ് അല്ലെങ്കിൽ ഡിസേർവിങ്, ഇറ്റ്സ് എ ഫൈൻ ലൈൻ. പക്ഷേ സ്റ്റിൽ ഇവരെന്ത് ചെയ്യും? ഇവർ നാളെ അവരുടെ ഒരു അക്കാഡമീസ് തുടങ്ങുമായിരിക്കും. അതുപോലെ നമ്മൾ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് അക്കാഡമി. ഇപ്പം റീസെൻ്റ്ലി സഞ്ജു അത് കുറച്ച് നാളായി, പക്ഷേ അതിനെ ഒഫീഷ്യലി റീലോഞ്ച് ചെയ്ത് വളർത്താൻ. അപ്പം നമുക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ മേ ബി ദേ ക്യാൻ ക്രാക്ക് ദ മെത്തേഡ്, ആ ഒരു ഫോർമുല ഉണ്ടല്ലോ ഗെറ്റിംഗ് ഇൻ ടു. ഒത്തിരി കൺസേൺസ് ഉണ്ട്. ഇപ്പോൾ എങ്ങനെ ബ്രേക്ക് ഇൻ ചെയ്ത് ടീമിലേക്ക് കൊണ്ടുവന്ന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഇവർ നാളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. എങ്ങനെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഒക്കെ അവാർഡ് അല്ലെങ്കിൽ ബെസ്റ്റ് കോച്ച് അല്ലെങ്കിൽ അങ്ങനെ ഓരോ റോൾസിലേക്ക് കൊണ്ടുവന്ന് യു കുഡ് ഹാവ് ഗിവൻ ദം ദ പ്രൈം ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഇപ്പോൾ അഭിഷേക് ശർമ്മ യുവരാജ് സിംഗ് കോച്ച് ചെയ്യുന്നു എന്നുള്ളത് വലിയ ന്യൂസാണ്. പക്ഷേ യുവരാജ് സിംഗിൻ്റെ അവസാന കാലവും ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ഫെയർവെൽ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ക്യാൻസറസ് ഓൾറെഡി ആയിരുന്നിട്ടാണ് പുള്ളി ആ ടൂർണമെൻറ്റ് 2011 കളിക്കുന്നതും നമുക്ക് ആ ടൂർണമെൻറ്റ് ജയിക്കുന്നതും. സോ ഇമോഷണലി നമുക്ക് പറയാനും പാടില്ല. എന്നിരുന്നാലും ഒരു നല്ല ഫെയർവെൽസ് കിട്ടാത്ത ഒരു ടീമെന്ന് പറയുന്നത് ഇന്ത്യ തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഇർഫാൻ പത്താൻ, രാഹുൽ ദ്രാവിഡ്, എത്ര പേരാണ്. രാഹുൽ ദ്രാവിഡിൻ്റെയൊക്കെ പ്രസ് മീറ്റിലാണ് ഞാൻ പോവുകയാണ് എന്ന് പറയുന്ന, അതൊക്കെ വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് ആ ഒരു വേൾഡ് കപ്പിൽ കോച്ചായിട്ട് ജയിച്ചിട്ടെങ്കിലും പോകാൻ പറ്റിയെന്നുള്ള കാര്യത്തിലെ ഒരു സന്തോഷമുള്ളൂ. ലക്കി. എല്ലാവർക്കും ആ ഒരു സ്പേസ് കിട്ടില്ല ലൈഫിൽ, ആ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല ലൈഫിൽ. ഏഷ്യൻ ട്രെൻഡാണെന്ന് തോന്നുന്നത് എനിക്ക്. പ്രോബബ്ലി ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ഇന്ത്യ, ഒരു ഏഷ്യൻ ട്രെൻഡാണ്. ഏഷ്യയിലുള്ള എല്ലാ ക്രിക്കറ്റ് ടീമിൻ്റെ അവസ്ഥ ഇതാ. നോബഡി ഗെറ്റ്സ് എ ഗുഡ് ഫെയർവെൽ. ഏഷ്യൻ ട്രെൻഡ് എന്ന് മാത്രം പറയാൻ പറ്റുമോ അറിയില്ല. ഈ പ്രോബബ്ലി ക്രിക്കറ്റ് ഹാസ് ട്രെൻഡ് എവരിവെയർ, റൈറ്റ്? ഗില്ലസ്പിയുടെ ലാസ്റ്റ് പുള്ളി കളിച്ച ഇന്നിങ്സിൽ പുള്ളി നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വന്നിട്ട് ഡബിൾ സെഞ്ചുറി അടിച്ചു. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായിരുന്നു പുള്ളിയുടെ അവസാനത്തെ കളി. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനും പറ്റില്ല. ബട്ട് ടോക്കിംഗ് അബൌട്ട് രാഹുൽ ദ്രാവിഡ്, ഇപ്പോൾ ഈ പറയുന്ന ഇഷ്ടം പോലെ കളിക്കാരുണ്ട്, എണ്ണമറ്റ കളിക്കാരുണ്ടെന്ന് പറയുന്നതിലെ ഒരു പ്രധാന കാരണം ദ്രാവിഡാണ്. ഒരു കാലത്ത് പുള്ളി അണ്ടർ-19-ൻ്റെയും ഇന്ത്യൻ എ ടീമിൻ്റെയും കോച്ചായിരുന്ന സമയത്ത് അന്ന് ആൾക്കാർ ഉണ്ടായി വരികയാണ്. ഒരു ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരേ സമയം 2 സ്ഥലങ്ങളിൽ പോയിട്ട് ഒഫീഷ്യൽ ടീമുകൾ കളിക്കുകയാണ്. അത്രയധികം ആൾക്കാരാണ്, അത്രയധികം ടാലൻ്റാണ്. എല്ലാവരും ഒന്നിച്ച് ഫിറ്റ് ചെയ്യിക്കാൻ പറ്റുകയില്ലാത്തൊരവസ്ഥയിലേക്ക് അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എത്ര ശോഭനമാണ് ഇന്ത്യയുടെ ഇനി വരാൻ പോകുന്ന ഭാവി, ഒന്നും പേടിക്കാനില്ല എന്ന് വിചാരിച്ചു. ബട്ട് അത് വല്ലാതെ കടന്നു പോയ പോലെ ആയിപ്പോൾ. ഇപ്പം ടീമിലെ പ്ലെയേഴ്സ് ഒരു 20 പേര് വെച്ച് കളിച്ചാൽ ഡിസർവിങ് ആയിട്ടുള്ളവർക്കൊക്കെ ചാൻസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. സോ ഇത് ഒരു നല്ല കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും കൂടുതൽ ആൾക്കാർ ഉണ്ടാകുകയും ചെയ്യുന്നത് നല്ലതായിട്ടാണോ മോശമായിട്ടാണോ കാണേണ്ടതെന്നൊരു ഉറപ്പില്ല ഇപ്പോൾ. അല്ല, അതിനകത്ത് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ IPL കുറേ പ്ലെയേഴ്സിനെ, ഫോറിൻ പ്ലെയേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു.
ആൻഡ് വി ഹാവ് ആർ BCCI റെഗുലേറ്റഡ് ഗെയിംസ് നമ്മൾ പുറത്തു പോയി കളിക്കുന്നു. അതുപോലെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതും കിട്ടിയതും, അല്ലെങ്കിൽ യു ഹാവ് അത്രയും എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉണ്ട് മൾട്ടിപ്പിൾ ടീംസ് ഉണ്ടാക്കാൻ. വൈ ഡോണ്ട് വി പ്ലേ ഔട്ട്സൈഡ്? നമുക്ക് വലിയ വലിയ ലീഗ്സ് പോയി കളിച്ചൂടെ? യു ഗെറ്റ് ബെറ്റർ എക്സ്പോഷർ. അതിനകത്ത് തന്നെ ഉണ്ട് കാര്യം. അതായത് പുറത്തുനിന്നുള്ളവരെല്ലാം വന്ന് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ലീഗ് IPL ഇവിടെ വന്ന് ഇന്ത്യൻ പിച്ചസിൽ കളിക്കുകയാണ്. എന്നാൽ ഒരു ബിഗ് ബാഷോ CPL അങ്ങനെ ഒന്നും കളിക്കാൻ ഇന്ത്യൻ ടീമിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുള്ളവർക്ക് റിട്ടയർ ചെയ്യുന്നത് വരെ പോകാനുള്ള അനുവാദമില്ല. അത് മാറേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ ചാൻസ് ഇപ്പോൾ കിട്ടാതെ പോകുന്നവർ, ഇപ്പോൾ പലരും ഇപ്പം ഉന്മുക് ചന്ദൊക്കെ USA പോയി കളിക്കുന്ന അങ്ങനത്തെ അവസ്ഥകളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ബിഗ് ബാഷൊക്കെ കളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്ലെയേഴ്സൊക്കെ ശരിക്കും അവിടെ ഒരു അസറ്റായിരിക്കും. പക്ഷേ അവർക്കതൊക്കെ കാണാനുള്ള ഭാഗ്യമുള്ളൂ. അത് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഈ ടാലൻ്റ് ഉള്ളവർക്ക് എവിടെയെങ്കിലും അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം. ഈ IPL ഒരു തരത്തിൽ നോക്കിയാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ബ്രോട്ട് ലൈഫ് ടു ലോട്ട്. ബ്രോട്ട് ലൈഫ് 41ാമത്തെ വയസ്സിൽ പ്രവീൺ താംബെ വന്ന പോലെ കയറി വരുമെന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റ് ലിവ് ചെയ്യാൻ പറ്റുക. ഇറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. പക്ഷേ കുറേ കൂടി നമ്മൾ പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്നല്ലേ, പാരലലി നമ്മൾ കുറേ കൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന പോലത്തെ ഗെയിംസ് ഉണ്ടാക്കുക. IPL രഞ്ജി പോലെ യു ഷുഡ് ഹാവ് മോർ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിൽ നമ്മൾ ഡിവിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ദെൻ ക്രിയേറ്റ് ദം. സി എല്ലാവർക്കും ഇന്ത്യൻ ടീമിൽ ക്രിക്കറ്റ് കളിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമില്ല. വി ഹാവ് ബില്യൻസ്. പ്രാക്ടിക്കൽ 0.01% ആയിരിക്കാം റേഷ്യോ. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോർ പീപ്പിൾ ഹു ആർ ഇൻ ടു പാഷൻ ഓഫ് എനി സ്പോർട്ട്. ഇറ്റ് ക്യാൻ ബി എനി സ്പോർട്ട്. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിനെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. സഞ്ജു സാംസങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചില ഇൻ്റർവ്യൂസിൽ ഇത്രയും ടാലൻറ്റഡ് ബേസ്റ്റ് ഒരു പ്ലെയർ റീസെൻറ്റ് ടൈംസ് ഇല്ലായിരിക്കും ഹു ഹാസ് നോട്ട് ഗോട്ട് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു നാച്ചുറൽ ഗെയിം സപ്പോർട്ട് ചെയ്യുന്നത് ODIക്കാണെന്ന് തോന്നുന്നു. കാരണം പുള്ളി ടാലൻറ്റഡ് ആണ്, പക്ഷേ പുള്ളിക്ക് ഒന്ന് സെറ്റാകാനുള്ള സമയം വേണം. പക്ഷേ ഈ T20 അടിക്കുക അല്ലെങ്കിൽ ഔട്ടാകുക എന്ന് പറയുന്ന ആ ഒരു കാര്യം പുള്ളിക്ക് വല്ലാത്ത പ്രഷർ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രോബബ്ലി ഒന്ന് സ്റ്റാൻഡ് ചെയ്യാനുള്ള സമയം കൂടെ കിട്ടുകയാണെങ്കിൽ പുള്ളിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ODI കളിക്കാൻ തോന്നുന്നു. പക്ഷേ ടെസ്റ്റ് കളിക്കാനും മാത്രമുള്ള പേഷ്യൻസും പുള്ളിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോബബ്ലി ഉണ്ടായിരിക്കാം. ദ തിങ് ഈസ്, എനിക്ക് ഇത്രയും ബാക്കിംഗ് ഉണ്ടോ? വെൻ യു ഹാവ് ദറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പ്രൂവ് ചെയ്യാൻ നോക്കുക. അതാണ് ഈ കൺസേൺസ്. ഇപ്പം സഞ്ജു പറഞ്ഞ പോലെ തന്നെ ഒരു ഫോറിൻ ടൂർ ഉണ്ടെങ്കിൽ കോട്ടിങ് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, ബട്ട് ഹീസ് ലൈക്ക് എവിടെയെങ്കിലും റെൻറ്റൽ ബുക്കിംഗ് കിട്ടുവാണെങ്കിൽ കാർ ആദ്യം ബുക്ക് ചെയ്യും. ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ഐ വിൽ ഗോ ഫോർ എ ഡ്രൈവ്. സോ ഇറ്റ് ഷോസ് വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. അപ്പോൾ ഇതുപോലെ കുറേ ഇപ്പം സ്കൈ, സൂര്യകുമാർ യാദവ്, ആളുടെ പ്രൈം തീർന്നിട്ട് ഇപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഹി ഹാസ് മേ ബി ഫ്യൂ ഇയേഴ്സ് ഹി കുഡ് ഹാവ് ബീൻ. ഒരു തരത്തിൽ പറഞ്ഞാണല്ലോ, പുള്ളി IPL ഒരു വേർഷനായിട്ട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കിട്ടിയ ചാൻസുകൾ പുള്ളിക്ക് തിളങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതേ പ്രഷറാണോ എന്ന് എനിക്കറിയാം. പ്രോബബ്ലി IPL ഒരു ടീമിനെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റേറ്റ് ആയിരിക്കും നോക്കി കാണുന്നത്. ഒരു എൻ്റയർ ടീം, രാജ്യം മുഴുവൻ നമ്മുടെ ഒരു പെർഫോമൻസിനെ നോക്കി കാണുന്നതിൻ്റെ പ്രഷർ ചിലപ്പോൾ ആളുകൾക്ക് താങ്ങാൻ പറ്റില്ലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ബില്യൺസ് ആളുകളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതുമാകാം. സോ അല്ല, അവിടെയാണ് ഈ സ്പെഷ്യലൈസേഷൻ ആംഗിൾ കയറി വരുന്നത്. ഇപ്പം നമുക്കിപ്പം 3 ഫോർമാറ്റ് ഗെയിമുണ്ട്. T20, 1 day, അൺഒഫീഷ്യലായിട്ട് 4 എന്ന് വേണമെങ്കിൽ പറയാം, T10. അപ്പോൾ നമുക്ക് ഓൺ എ വെരി സിമ്പിൾ വേ, ഇഫ് യു ഹാവ് 3 or 4 ഡിഫറെൻറ്റ് ടീംസ്, അതിനകത്ത് മേ ബി ഒരു 10-20% ആയിരിക്കും റെപ്പിറ്റേറ്റീവ് പ്ലെയേഴ്സ് വരുന്നത്. ബാക്കി 80% നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മൾ എല്ലായിടത്തും ഈ വലിയ പ്ലെയേഴ്സ് അല്ലെ ഇൻകൺസിസ്റ്റൻറ്റ് വാട്ട് എവർ, നമ്മൾ അത്രയും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന പകരം നമുക്ക് കുറച്ചും കൂടെ അതിനെ ഈ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡിസേർവിങ് കാൻഡിഡേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് ഓൾറെഡി. വലിയ കാര്യങ്ങൾ ചെയ്യാതെ പോലും ദിസ് വേ. പക്ഷേ ഈ നിനക്കൊരു 2 സീരീസ് ഇതിൻ്റെ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കും എന്ന് പറയുന്നതും വല്ലാത്ത പ്രഷറാണ്. എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് കളിക്കാനുള്ള ടാലൻറ്റ് മാത്രം പോരാ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇപ്പോൾ സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റിയും കൂടെ ഉള്ളവർ മാത്രം നിലനിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ കാനഡ കോച്ചിങ് ഞാൻ 1-2 കോച്ചിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇസ് ദി മെൻ്റൽ എബിലിറ്റി ഓഫ് എ കോച്ച് ടു ഹാൻഡിൽ ദ പ്ലെയേഴ്സ്. അതുപോലെ നമുക്കൊരു മെൻ്റൽ ഗ്രോയിങ്, മെൻ്റൽ സപ്പോർട്ട് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഗൈഡൻസ്, അതുപോലത്തെ കുറച്ച് നല്ല ഗുഡ് ഡോക്ടർ ടീം ബിഹൈൻഡ് യു
വേണം. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ പോലത്തെ കേസസ് വളരെ ചുരുക്കമായിരിക്കും ഇൻ ലൈഫ് കാണാൻ പോകുന്നത്. ബൂ ചെയ്ത സ്ഥലത്ത് തിരിച്ചു വന്നിട്ട് എമേർജിങ് ആസ് എ വിന്നിങ് പ്ലേറ്റ് നേരെ തിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ആ മെൻ്റൽ കപ്പാസിറ്റി കാണില്ല. സോ ആ ഒരു ബാലൻസ് ഓഫ് സ്പോർട്സ് ആൻഡ് എന്താ പറയുക, അതിനൊരു മീനിങ് ഫുൾ അപ്രോച്ച് കൊണ്ടുവരിക ടു യുവർ വെൽബീയിങ്. ഇറ്റ് ഹാവ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. ദാറ്റ് വാസ് ദ റൈറ്റ് വേർഡ്. സ്പോർട്സ് ആൻഡ് മൈൻഡ്ഫുൾനെസ് അതിനെ ഒരുമിച്ച് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഇവൻച്വലി എല്ലാ പ്ലെയേഴ്സിനും കുറേ അറ്റ്ലീസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ആൻഡ് ഈ ഫേവറിസം ഒക്കെ പതുക്കെ പതുക്കെ മാറും. ഓൾ യു നീഡ് ഇസ് ഗുഡ് പീപ്പിൾ ടു കം ഇൻ ഹൂ നോസ് സ്പോർട്സ്. കളിച്ച ആൾക്കാർ ലീഡേഴ്സായിട്ട് വരാൻ തുടങ്ങുവാണെങ്കിൽ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. പ്രോബബ്ലി ഈ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, സ്വയം ഇറങ്ങുക എന്ന് പറയുന്നൊരു കാര്യവും കൂടെ പ്ലെയേഴ്സ് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ കളിക്കുന്ന സമയത്ത് ഒരു എഡ്ജ് ഉണ്ട് എന്ന് ഉറപ്പിച്ചാൽ പോകാതെ അവിടെ നിൽക്കുന്നവരുണ്ട്, ഇറങ്ങി പോകുന്നവരുണ്ട്. സെയിം തിങ്, എൻ്റെ കളി മോശമായി ഡിക്ലൈനായി തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അശ്വിൻ്റെ ഒരു റിട്ടയർഡ് ഔട്ടൊക്കെ പോലെ എന്നെ കൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു റൂളുണ്ട്, ഞാൻ ഇറങ്ങി പോകുന്നു എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ആളാണ്, ആ ആളുകളെ കൊണ്ട് തന്നെ ഇവനൊന്ന് വിരമിച്ചിരുന്നെങ്കിൽ എന്ന് പറയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് പോവാതെ. പക്ഷേ മനുഷ്യൻ്റെ ആ ഒരു മാനസികാവസ്ഥ അതിന് സമ്മതിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗിവ് അപ്പ്. പക്ഷേ സംടൈംസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സീ ദ ലാർജർ കോസ്റ്റ് എന്ന് പറയില്ലേ. ഇപ്പം നമ്മൾ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്റൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശരിക്കും ഇന്ത്യ റെഡിയാണ്, നമ്മുടെ നാട് റെഡിയാണ്. അതെ, ശ്രീശാന്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്വിംഗ് ബോളേഴ്സ് പ്രോബബ്ലി ഇൻ ദ വേൾഡ്. അവിടുന്ന് ആ ഡിക്ലൈൻ whatever that thing was, but then ആ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാണ്ട് പോവുക, ഹോണ്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കുറച്ച് അപ്രോച്ചസ് സ്പെഷ്യലി ഇന്ത്യ നമ്മൾ മാറ്റണം. ആ ഒരു സമയത്ത് അത്ര വലിയൊരു കോമ്പറ്റേറ്റീവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പുള്ളിക്ക് ഇഞ്ചുറീസ് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമായിരുന്നു, വൺ ആഫ്റ്റർ ദി അതർ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പ്രോബ്ലി ഇതെല്ലാം ഒരു നല്ല പ്ലെയർക്ക് ഇതെല്ലാം ഫോഴ്സ് ചെയ്യാൻ പറ്റണം, ഇതിനെല്ലാം പറ്റിയ രീതിയിൽ കളിക്കാൻ പറ്റണം. വൺസ് ജസ്റ്റിൻ ലാംഗർ ഒരിക്കൽ പറഞ്ഞ പോലെ ഇത്രയും ബില്യൺസ് ഓഫ് ആളുകളുള്ളതിൽ നിന്നും കളിക്കാൻ വരുന്ന 11 പേരാണ് ഇന്ത്യയിലുള്ളത്. സോ അവരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. സോ അങ്ങനെ വരുന്ന ആ 11 പേര് ടാലൻറ്റിന് അപ്പുറത്തേക്ക് ലൈക്ക് അശ്വിൻ്റെ ബുദ്ധിയും കോഹ്ലിയുടെ കളിയും ബുംറയുടെ ബോളിങ്ങും എല്ലാം കൂടെ മിക്സായിട്ടുള്ള സൂപ്പർ പ്ലെയേഴ്സായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഓസ്ട്രേലിയയ്ക്ക് അപ്പുറത്തേക്ക് വേണമെങ്കിൽ എല്ലാ കാലത്തും പറയാൻ പറ്റുന്ന ഒരു ടീമായിരിക്കും ഇന്ത്യ. ഏത് കാലത്ത് പറഞ്ഞാലും എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. പക്ഷേ ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1 എന്ന് പറയുന്നതിൽ ഞാൻ ഇന്ത്യനൊക്കെ തന്നെയാണ്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു പോകും, ആളുകൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. It's the approach and brotherhood to the team എന്ന് പറയില്ലേ. ഇൻഡിവിജ്വലി ആരും എന്തെങ്കിലും ആയിക്കോട്ടെ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റാൻഡിയോ. പക്ഷെ നമ്മളൊരു ടീം മാൻ, ടീം പേഴ്സൺ, ടീം ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, ബ്രദർ ടു ബ്രദർ, ഷോൾഡർ ടു ഷോൾഡർ, ചെസ്റ്റ് ടു ചെസ്റ്റ് നിൽക്കുന്ന ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് വിവിഡ്ലി കാണിക്കും. അവർ ആ ഗ്രൗണ്ടിൽ വരുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾവേസ് ദെയർ. അത് വിസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ഓസ്ട്രേലിയയുടെ കാര്യം പറയുമ്പോൾ ഒരു കാലത്ത് സ്ഥിരമായിട്ട് വെള്ളമടിച്ച് അലമ്പുണ്ടാക്കി നടന്നുകൊണ്ടിരുന്ന പയ്യനെ പിടിച്ച് ക്യാപ്റ്റനാക്കിയപ്പോഴാണ് ലോകം കണ്ട ഏറ്റവും വലിയ ബെസ്റ്റ് ക്യാപ്റ്റൻസിലൊന്ന് റിക്കി പോണ്ടിങ് ഉണ്ടാകുന്നത്. അതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒറ്റക്കാലും വെച്ച് മാക്സ്വെൽ അടിച്ച ഡബിൾ സെഞ്ചുറി എന്ന് പറയാം. നമ്മൾ അവരുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ സകലതും അടിച്ചു പൊട്ടിക്കും, ബഹളമാണ്, ബിയർ എടുത്ത് ഷൂസിലൊഴിച്ച് അതിൻ്റെ അകത്തുനിന്ന് കുടിക്കും, അലമ്പാണ്, അടിയാണ്, വാർണറൊക്കെ വഴിയെ പോകുന്നവരെ തല്ലുകയാണ്, എല്ലാമാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ഇതൊന്നുമില്ല. ഗ്രൗണ്ടിൽ പേഴ്സണൽ സ്പേസും കൂടെ അല്ലേ, എനിക്ക് എൻ്റേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് എന്ന് തോന്നുന്ന നമ്മൾ പക്ഷേ മറ്റേത് വെച്ചാൽ ജഡ്ജ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്, ബാറ്റിന്റെ മുകളിൽ കാല് വെക്കുന്നു, അതൊക്കെയാണ് നമ്മുടെ കൺസേൺ. എന്താണ് വേൾഡ് കപ്പിന്റെ മുകളിൽ കാല് വെക്കുന്നു, അതൊക്കെയാണ് നമ്മുടെ കൺസേൺ. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു എന്നല്ല, അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അത് നമ്മൾ അംഗീകരിക്കാനും ഒരു പരിധി വരെ ചിലപ്പോൾ തയ്യാറല്ലാതെ പോകും. അത് പിന്നെ നമുക്ക് ഈ ഗെയിമിനോടും നമ്മുടെ രാജ്യത്തോടുമുള്ള ഒരു അമിതമായ സ്നേഹം കൊണ്ടായിരിക്കും. കൾച്ചറലി ഇൻഫ്യൂസ്ഡ്
റിലീജിയനാണ് ക്രിക്കറ്റ് Yeah. പറയില്ലേ? Yeah. തുടങ്ങിയ പോലെ അൺഒഫീഷ്യൽ. ആക്ച്വലി ഞാൻ മുമ്പൊരിക്കലും ഞാനിപ്പോൾ ഓർക്കുന്നു, പണ്ടൊരിക്കലും ഞാൻ റേഡിയോയിൽ സംസാരിച്ചിട്ടുള്ള ഈ കാര്യം, ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും പല പല ഗ്രൂപ്പുകളാണ്. പക്ഷേ ഈ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഈ ഇംഗ്ലീഷുകാർക്ക് എതിരാളികൾ വേണം. അപ്പോൾ ആ സമയത്ത് ഈ ഇംഗ്ലീഷുകാർ കളിക്കുന്ന കണ്ടിട്ട് പാഴ്സികളുടെ ഗ്രൂപ്പ്, മുസ്ലിംസിൻ്റെ ഗ്രൂപ്പ്, ഹിന്ദുസിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ പല പല ഗ്രൂപ്പിൻ്റെ ക്രിക്കറ്റ് ടീമുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി ഇംഗ്ലീഷുകാർക്കെതിരെ കളിപ്പിക്കും. അന്ന് ഇവർ കാണുന്നത് ആ ഭരിക്കുന്ന ഈ ഇംഗ്ലണ്ടുകാരും ഭരിക്കപ്പെടുന്ന ഇന്ത്യൻസിനും ഒരേ നിയമമുള്ള ഒരേ ഒരു സ്ഥലം ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. ഒരേ ഫുഡ് കിട്ടുന്നു, ഒരേ റെസ്പെക്റ്റ് കിട്ടുന്നു, ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. സോ അതിൽ നിന്നാണ് ഒന്നിച്ച് നിൽക്കണം സ്വാതന്ത്ര്യ സമരത്തിന് പോലും എന്നുള്ള ഒരു തോന്നലുണ്ടാക്കി. അപ്പം 100 വർഷത്തിന് മുകളിലായിട്ട് നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോഴേ ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഈ ക്രിക്കറ്റിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. അപ്പോൾ അത് പല രീതിയിൽ നമ്മൾ പുറത്ത് വരും. സ്പോർട്സിൻ്റെ പ്രത്യേകത അതാണല്ലോ. നമ്മൾ ആ ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ യു ആർ ജസ്റ്റ് എ പ്ലെയർ, യു ആർ നോട്ട് എനിബഡി എൽസ്. നമ്മൾ ഔട്ട്സൈഡ് ദ വേൾഡ് നമ്മൾ ചിലപ്പം വലിയ വലിയ ആൾക്കാരായിരിക്കാം, ഹൂഎവർ ആയിരിക്കാം, ചെറിയ ആളായിരിക്കാം, പ്രൊഫൈൽ ഡിഫറെൻ്റ് ആയിരിക്കാം, സ്റ്റേറ്റസ് വേറെ ആയിരിക്കാം, പക്ഷേ ഇൻസൈഡ് ദ ഫീൽഡ് എവ്രിബഡി ഈസ് ഈക്വൽ. ആ ഒരു ഇക്വാലിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്പോർട്ടാണ്. അപ്പം ഐ ബിലീവ് ഇവൻച്വലി ഈ പറയുന്ന ഈക്വാലിറ്റി ബേസിസിൽ പോയി കഴിഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ട്രെൻഡ് അല്ലെങ്കിൽ ഹൗ ടു മാനേജ് പ്ലേയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ how could BCCI enforce this better? Being one of the most powerful board, the richest board in the world, probably in any sport. I have no idea, I don't know the numbers. I think ഒരു കാലത്ത് ഫിഫയോട് പോലും ഇടിച്ചു നിന്നിരുന്ന ഇപ്പോഴും നിൽക്കും. ഇപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഫിഫ മുകളിലാണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ICCയുടെ മുകളിലാണ്. ICCയെക്കാളിലും വലിയ ബോർഡാണ്. അത് പറഞ്ഞപ്പോഴൊരു ഒരു ഫണി ഇൻസിഡൻറ്റ്, ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് കാണിച്ചിട്ട് ഇന്ത്യയുടെ നാഷണൽ ആന്തമാണ് പ്ലേ ചെയ്ത് ഇപ്പോൾ സോ ചാമ്പ്യൻസ് ട്രോഫി. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ആംഗിൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മുത്തയ്യ മുരളീധരൻ്റെ ലാസ്റ്റ് ടെസ്റ്റ് ഇന്ത്യക്കെതിരെയാണ്. 3 മാച്ചസ് സീരീസ് ആണ്. പക്ഷേ പുള്ളി തീരുമാനിക്കുക ആദ്യത്തെ ടെസ്റ്റ് കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പബ്ലിക് ഫോറത്തിൽ വന്ന് പ്ലെയേഴ്സ് കളിക്കുമ്പം വിത്ത് മീഡിയ പണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഹൈഡായി പോകും. ഒരു പേപ്പറിൽ എഴുതി ഒരു ലൈനിൽ മഞ്ഞ് പോകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ മീഡിയയിലുള്ളതുകൊണ്ട് പിന്നെയും വരും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ ഓഫ് വാട്ട് ടു നോട്ട് ടു സ്പീക്ക്. ടോക്കിംഗ് അബൌട്ട് പേരൻസ്, ആവശ്യമില്ലാത്തടത്ത് ഇടപെടാനും പാടില്ല. ഇപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് നെയിംസ്. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പല ആളുകളുടെയും പേരൻസിൻ്റെ ഇടപെടൽ കൊണ്ട് പലരും അവർ ഫാദേഴ്സ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കോമഡിയാക്കാൻ അവർ തന്നെ ശ്രമിക്കുന്നു. ചിലവർ ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്ന് പറയേണ്ട അവസ്ഥ വരെ വരുന്നു. ഈ മൊമെൻറ്റിനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കുമല്ലോ, അപ്പോൾ ഇതിനകത്തെ വിന്നറിനെ പ്രൊഡിക്റ്റ് ചെയ്യുക, നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഒരു പോളോ എന്തെങ്കിലും ഇടുക. ഇതിപ്പോൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. യെസ്, അതിനകത്തുനിന്നൊരു വിന്നിങ് സ്ലോട്ടിൽ വരുന്ന ആൾക്കാരെ നമ്മൾ അതിനകത്ത് ഒരു വിന്നറിനെ എടുത്തിട്ട് വി ക്യാൻ ഗിവ് ദം എ ഗിഫ്റ്റ് വൗച്ചർ. ഓക്കെ, അപ്പോൾ അത്